പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചെകുത്താൻ്റെ കുറച്ച് മുമ്പ് ചെകുത്താൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഒരു മണിക്കൂറിൽ കൂടുതലുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഈ ചെകുത്താൻ പറയുന്ന കാര്യങ്ങൾ എലിസബത്ത്, അതുപോലെ ബാല, ആറാട്ടണ്ണൻ, അതുപോലെ ചെകുത്താനും ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് ആണ് മൂപ്പരിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മൂപ്പരും വേറെ ചങ്ങായും കൂടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് കുറച്ച് വലിയൊരു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ എലിസബത്തിൻ്റെ ഇഷ്യൂ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ബാല വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എലിസബത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എലിസബത്ത് മെൻ്റലി വളരെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കുറേ ആളുകൾ അവർക്ക് ഒരു തരത്തിലുള്ള സൗകര്യം കൊടുക്കാണ്ട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇട്ട് വന്നിട്ട് അവരെ വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ട് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾ വീണ്ടും വൈകാരികമായിട്ട് ഒരുപാട് തളർന്നു പോവുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എലിസബത്തിൻ്റെ കുറേ വീഡിയോസ് എലിസബത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതിനിടയിൽ കയറി വന്നിട്ട് ആറാട്ടണ്ണൻ എലിസബത്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സംഗതിയൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചെകുത്താൻ മൂപ്പരുടെ ആ ഒരു മണിക്കൂർ കൂടുതലുള്ള ആ ഒരു ലോങ് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആറാട്ടണ്ണനെ വലിയ രീതിയിൽ മൂപ്പർ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ആറാട്ടണ്ണൻ ഈ ഒരു അവസ്ഥയിൽ എലിസബത്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എലിസബത്തിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആറാട്ടണ്ണന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ മൂപ്പര് കമ്പയർ ചെയ്യുന്നത്, മൂപ്പര് ആറാട്ടണ്ണനോട് പറയുന്നത് രീതിയിൽ മൂപ്പര് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആറാട്ടണ്ണൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അമ്മയെ വേറൊരാൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ ആറാട്ടണ്ണൻ എങ്ങനെ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ മോക്ക് ചെയ്ത് കളിയാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ആറാട്ടണ്ണന് പ്രാന്താണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ഈ സമയത്ത് പെരുമാറേണ്ടത് എന്നൊരു പോയിൻ്റ് എനിക്ക് വളരെ വാലിഡായിട്ട് തോന്നി. പക്ഷേ ആറാട്ടണ്ണന് പ്രാന്താണെന്നും ആറാട്ടണ്ണൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അമ്മേനെ ഒരാൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ എന്താ തോന്നുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അങ്ങനെ പറഞ്ഞാലേ ആ പൊട്ടന് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ ആറാട്ടണ്ണൻ്റെ PhD ഫിലോസഫിയിലുള്ള PhD എൻജിനീയറിങ് കഴിഞ്ഞതിന് ശേഷം ദിക്ക് വരണത്, അതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഈ വീഡിയോയിൽ കണ്ടു. എനിക്കതെന്തോ വലിയ രസമായിട്ട് തോന്നിയില്ല. അതിലെ ചില കാര്യങ്ങളൊന്നും ഒരാൾക്ക് എന്ത് പഠിക്കണം, കരിയർ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ചെകുത്താനല്ല. ആറാട്ടണ്ണൻ എലിസബത്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആറാട്ടണ്ണൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ആറാട്ടണ്ണൻ്റെ ആഗ്രഹം, ആറാട്ടണ്ണൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഇൻസൾട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് എലിസബത്തിനത് എത്രത്തോളം വിഷമിപ്പിക്കും എന്ന ഒരു കൺസേൺ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരാളങ്ങനെ അവരവരുടെ അഭിപ്രായം, ഒരു താല്പര്യം അറിയിച്ചു എന്നതുകൊണ്ട് ചെകുത്താൻ എന്തായാലും പ്രശ്നം എന്നാണ് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. ചെകുത്താൻ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ടേ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരാൾ ഭർത്താവ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് ഒരു കളി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തോന്നുക എന്ന് പറഞ്ഞിട്ട് ഹോ പറഞ്ഞിട്ട് ഞാൻ ചിരിക്കണൊക്കെ ഉണ്ട് അതിൽ ചെകുത്താൻ. അപ്പോൾ ചെകുത്താന് ആറാട്ടണ്ണനോടുള്ള മൊത്തത്തിലുള്ള ഒരു കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണോ അത് എന്നൊക്കെ എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് എന്താ തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ വരണം. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഈ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ. സത്യത്തിൽ എനിക്ക് ഈ ചെകുത്താനോടും താല്പര്യമില്ല, ആറാട്ടണ്ണനോടും വലിയ താല്പര്യമില്ല, ഈ രണ്ടുപേരോടും വലിയ താല്പര്യമില്ല. ഇങ്ങനെയാണ്. അപ്പോൾ എലിസബത്ത് എന്ന ഒരു വ്യക്തി ഈ പൊതുസമൂഹത്തിൽ ഇത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായ ഒരാൾ എന്ന ലെവലിൽ ഉള്ള ഒരു കൺസേൺ നിലനിൽക്കെ തന്നെ ഈ ചെകുത്താൻ്റെയും ആറാട്ടണ്ണൻ്റെയും ഇങ്ങനെയുള്ള പരസ്പരം ഉള്ള ഒരുമാതിരി ഒരക്കേമലെ ഇൻസൾട്ട് ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു ഗെയിമിനോടാണ് വലിയ താല്പര്യമില്ലാത്തത്. ആറാട്ടണ്ണൻ ചെകുത്താനെ വളരെ മോശമായ രീതിയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചെകുത്താൻ തക്കം കിട്ടുമ്പോഴൊക്കെ ആറാട്ടണ്ണന് ഇതേപോലെ
ഓരോ വീഡിയോ ഇടലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണലുണ്ട്. ഞാൻ പൊതുവേ അങ്ങനെയുള്ള പല വീഡിയോസും താല്പര്യത്തോടെ അല്ല കാണൽ. ഇത് എന്താണ് ഇവന്മാർ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആറട്ടെണ്ണം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ചെകുത്താൻ ഐക്യു ലെവൽ കാര്യമായിട്ടില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആറാട്ടെണ്ണം തിരിച്ചെന്താ പറയുക വെച്ചാൽ അവന് ബോധമില്ല, അവന് ഇത്രയും പഠിത്തമായിട്ട് എന്താ കാര്യമുള്ളത്. അങ്ങനെയാണ് അവന് ഈ വീഡിയോയിൽ പറയുന്നൊരു സാധനമുണ്ട്, ആറാട്ടെണ്ണൻ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രൊഫസറായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ എങ്ങനെയാണ് ജോലി ചെയ്യിപ്പിക്കുക, അവനൊരു സെപ്പറേറ്റ് സെല്ലിലിടേണ്ടി വരും, അല്ലെങ്കിൽ അവൻ എല്ലാവരും പ്രപ്പോസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സാധനം അതായത് ഒരു സാമൂഹിക വിപത്താണ് ആറാട്ടണ്ണൻ എന്ന രീതിയിലുള്ള ചെകുത്താൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ചെകുത്താൻ എന്ന് പറയണോ അത്ര വെടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ചില ഇഷ്യൂസിലൊക്കെ മൂപ്പരുടെ ഒരു പ്രതികരണങ്ങളും പോലീസ് മൂപ്പരെ തൂക്കിയതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. ആറാട്ടണ്ണന് ബാലടയും തല്ലുകൊണ്ടിട്ടുണ്ട് എന്ന ഒരു വസ്തുതയും കൂടി ഇവിടെ നമുക്ക് പ്രത്യേകം പ്രതിപാദിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ആറാട്ടെണ്ണം പറയുന്ന സാധനമുണ്ട്, എലിസബത്തും ആറാട്ടെണ്ണനും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ട്, രണ്ടുപേരും ഇങ്ങനെ ട്രോമാറ്റിക്കായ എക്സ്പീരിയൻസുകളിലൂടെ കടന്നു പോയതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയുന്ന സാധനം രണ്ടുപേരും അക്കാഡമിക്കായുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. എലിസബത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം എന്നുള്ളൊരു സാധനമൊക്കെ. അപ്പോൾ എനിക്ക് ഇതിൽ തോന്നുന്ന സാധനം എന്താ വെച്ചാൽ, പിന്നെ അതിൽ ഒരു പോയിന്റ് കൂടി ആറാട്ടെണ്ണം പറയുന്നുണ്ട് ബാലടേന്ന് എനിക്കും തല്ലുകൊണ്ടിട്ടുണ്ട് എലിസബത്തിന് തല്ലുകൊണ്ടിട്ടുണ്ട്. എനിക്ക് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെന്താ ഇയാൾ ഉദ്ദേശിക്കുന്നത്, എന്താ സംഭവം, ഒരു സിമിലാരിറ്റി പറയുകയാണ് ആറാട്ടെണ്ണൻ. അപ്പോൾ ഇതിൽ ആറാട്ടെണ്ണം പറയണത് എലിസബത്ത് ഡോക്ടറും ആറാട്ടെണ്ണൻ എൻജിനീയറും, അപ്പോൾ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നുള്ള ഒരു സാധനമൊക്കെയാണ് മൂപ്പര് പറയുന്നത്. മൂപ്പര് പറയുന്ന സാധനം ഒരു ലോജിക്കിൻ്റെ ഇതിൽ നോക്കുമ്പോൾ ആറാട്ടെണ്ണൻ അങ്ങനെ പറയാൻ യോഗ്യത കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തിൽ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇത് പറയുമ്പോഴുള്ള പ്രശ്നമില്ല. അവർ ഒന്നാമത്തെ കാര്യം മെൻ്റലി ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത്, ഒരു ഹീലിംഗ് ആ ലെവലിൽ വരുന്ന സമയത്ത് നിയമപരമായ കുറേ സപ്പോർട്ടൊക്കെയാണ് അവർക്ക് വേണ്ടത്. ആ സമയത്ത് ആറാട്ടെണ്ണൻ ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് തുന്നിയിറങ്ങണ എന്താ ആറാട്ടെണ്ണൻ എന്താ ഉദ്ദേശിക്കണത്? ആറാട്ടെണ്ണൻ ഇവരുടെ ജീവിതം രക്ഷിക്കുക എന്നുള്ള ലെവലിലാണ് ആറാട്ടെണ്ണൻ ഉദ്ദേശിക്കുന്നത്. ആറാട്ടെണ്ണൻ ആരാ, സോക്കോൾഡ് ദൈവമോ? അപ്പോൾ ചെകുത്താൻ ആറാട്ടെണ്ണനോടുള്ള പൊതുവെയുള്ള ഒരു കലിപ്പുണ്ടല്ലോ, ഈ കലിപ്പ് തീർക്കാനുള്ള മൂപ്പർക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ആറാട്ടെണ്ണൻ്റെ ഈ വർത്തമാനങ്ങളെ ചെകുത്താൻ റിയാക്ട് ചെയ്യുന്നതാണ് എനിക്ക് ആ വീഡിയോ എന്ന് തോന്നിയിട്ടുള്ളത്. ആറാട്ടെണ്ണൻ്റെ പൊതുവെയുള്ളൊരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആറാട്ടെണ്ണൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ആറാട്ടെണ്ണൻ കുറേ പെണ്ണുങ്ങളെ, കുറേ സ്ത്രീകളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പലരെയും കല്യാണം കഴിക്കാൻ മൂപ്പർക്ക് ആഗ്രഹമാണ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. ഇതിൽ ചെകുത്താൻ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ആറാട്ടെണ്ണനെ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് എല്ലാവരോടും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കൂലേ, മൂപ്പർക്ക് എങ്ങനെയാണ് നല്ലൊരു ജോലി ചെയ്യാൻ സാധിക്കുക, എങ്ങനെ ഒരു ഓഫീസ് സെറ്റപ്പിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ സേഫ് ആവുന്ന രീതിയിൽ മൂപ്പര് എങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ. എന്ന് വെച്ചാൽ ആറാട്ടെണ്ണനുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് പാരയാവും, മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് ചെകുത്താൻ പറഞ്ഞു വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആറാട്ടെണ്ണനെ ഒരു സാമൂഹിക വിപത്തായിട്ടോ അല്ലെങ്കിൽ ആറാട്ടെണ്ണനെ തീരെ ഐക്യമില്ല എന്നല്ല, ആറാട്ടെണ്ണനൊരു പൊട്ടനായിട്ടോ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ചെകുത്താൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇവന്മാരുടെ ഈ പരസ്പരം ചെളി റിയലുകൾ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭയങ്കര നമുക്ക് മൊത്തത്തിലൊരു കലിപ്പ് കയറുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ വീട്ടിൽ നിന്നിട്ട് പല ആളുകൾ ഇങ്ങനെ കുറ്റം പറയില്ലേ, മറ്റോ ചേരില്ല അവൻ ചേരില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെ നമ്മളും ആ ഒരു ലെവലിലേക്ക് തരംതാണ് പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എലിസബത്തിനെ പോലുള്ള ഒരു ആൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത്രത്തോളം ക്രൂരതകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കുന്ന ഒരവസ്ഥയിൽ അവർക്ക് നിയമപരമായ പരിരക്ഷ, ആ ഒരു സപ്പോർട്ട്, അതേപോലെ ആളുകളുടെ ഒരു സപ്പോർട്ടൊക്കെയാണ് ഈ അവസ്ഥയിൽ കാര്യമായിട്ട് വേണ്ടത് എന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഇവന്മാരിതെല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു. പ്രത്യേകിച്ച് എലിസബത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെന്ന് എലിസബത്തിൻ്റെ വീഡിയോസ് നമുക്ക് മനസ്സിലാവും. എലിസബത്ത് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. എലിസബത്ത് അങ്ങനെയുള്ള വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകളും കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും അത് അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നും അവർ ഇരുട്ടത്തിരുന്നുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ
ബാലേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലയുടെ ഒരു ആർമി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ പലപ്പോഴും ഒക്കെ കമൻറ്റ് വായിക്കുമ്പോൾ തോന്നലുണ്ട്. അത് ചെകുത്താൻ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് എലിസബത്തിനെ കാണാൻ വേണ്ടി ചെകുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെകുത്താൻ എന്തെങ്കിലും ദുരുദ്ദേശമായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരാളെ അടുപ്പിക്കരുത് എന്ന് കമൻറ്റ് സെക്ഷനിൽ പലരും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ പലരും പറയുന്നത് എന്താ വെച്ചാൽ മലയാളികളുടെ ഫുൾ സപ്പോർട്ട് എലിസബത്തിന് ഇപ്പം ഉണ്ട്. ചെകുത്താൻ ഇതിനിടയിൽ നിങ്ങളെ കാണാൻ വന്നു, അപ്പോൾ ഞങ്ങളെല്ലാവരും മലയാളികൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ സാധിക്കുക, ചെകുത്താനെ വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള രീതിയിലും കമൻറ്റുകൾ വരുന്നുണ്ട്. എലിസബത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള മറ്റേ ഇരുട്ടത്ത് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, ഫുള്ള് ബ്ലാക്കായിട്ട് സൗണ്ട് മാത്രം കേൾക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും എലിസബത്തിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാലയോട് ആളുകൾക്ക് പൊതുവെയുള്ള ഒരു സ്നേഹം, ബാല ഒരു നന്മ നിറഞ്ഞ മരമാണ്, നന്മമരമാണെന്നുള്ള ആ ഒരു സാധനത്തിൻ്റെ കാര്യമായി ഒരു പോറൽ തട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ എലിസബത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തിന് ശേഷം ആണ് പബ്ലിക്കിനോട് പറയുന്നത് എന്ന ഒരു സംഭവം. അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പം അത് നമ്മുടെ ഒരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിലെ ആളുകൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ പറ്റണമെന്നില്ല ആ ട്രോമയിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾക്ക്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഇത് തുറന്നു പറയാനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു മെൻ്റൽ സ്ട്രെങ്ത്തൊക്കെ വരുന്ന സമയത്താണ് അവരുടേതായ അങ്ങനെയുള്ള വിക്ടിംസ് അവരുടേതായ അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള മിനിമം മൂളുണ്ടാവുക എന്നുള്ളത് ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പൊതുവേ മലയാളികളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക്, എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടാവും. അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഇതിലിപ്പോൾ ബാലയുടെ കാര്യം, അതുപോലെ ബാലയെ പോലെ ഒരു നന്മ മരം എന്നുള്ള രീതിയിലുള്ള ഒരു മൊത്തത്തിലൊരു ഇത് ഉള്ള ഒരു ഓറുള്ള ഒരാൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു അസ്ത്രമായിട്ട്, ഒരു അമ്പായിട്ടും ഈ എലിസബത്തിൻ്റെ ഈ ഒരു കാര്യത്തെ പല ആൾക്കാരും ഉപയോഗിക്കലുണ്ട്. അതുപോലെ അമൃത സുരേഷുമായിട്ടുള്ള ബാലയുടെ ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അമൃതയുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ബാലേനെ ആളുകളൊക്കെ തലയിലേറ്റി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ബാലേനെ പറ്റിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബാലക്കെട്ടിൻ്റെ പണി കൊടുത്തു, ബാലയുടെ ഹെൽത്ത് ശരിയില്ലായിരുന്നു, ആ സമയത്ത് എലിസബത്താണ് കൂടെ നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ ബാല എലിസബത്തിനെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാലേനെ നമ്മൾ ആക്രമിക്കാനുള്ള, ബാലേനെ ഒന്ന് ചവിട്ടിത്തേക്കാനുള്ള ഒരു ആയുധം ആൾക്കാരെ കയ്യിൽ കിട്ടി എന്ന് വേണം കരുതാൻ തോന്നണം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ചേരി തിരിഞ്ഞിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് രേഖപ്പെടുത്തുക. എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്, ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്നതിനപ്പുറത്തേക്കുള്ള ഇവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ എലിസബത്ത് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന്. എലിസബത്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ള, സോഷ്യലി ആളുകളോട് സംസാരിക്കാൻ അത്യാവശ്യം ഷൈ ആയിട്ടുള്ള ഒരാളാണെന്നാണ് എലിസബത്തിൻ്റെ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ തോന്നലിൻ്റെ പ്രശ്നമാണെന്നറിയില്ല. ഈ ആറാട്ടണ്ണനായിക്കോട്ടെ ചെകുത്താനായിക്കോട്ടെ എനിക്കങ്ങനെ തോന്നില്ല. ഇവന്മാർ ഈ എന്താ പറയുക, നനഞ്ഞിടം കുഴിക്കുക എന്നൊക്കെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അവന്മാർക്ക് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു സാധനം ആയിട്ടാണ് എനിക്കിതിൽ അവർ കുറേ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ആറാട്ടണ്ണൻ എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ലൈം ലൈറ്റിൽ നിൽക്കണം, ആറാട്ടണ്ണനെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു വിഷയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആറാട്ടണ്ണൻ വെറുതെ ഒരു കണ്ടൻറ്റായിട്ടാണ് എലിസബത്തിനെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെകുത്താനായിക്കോട്ടെ എന്താ വെച്ചാൽ ആറാട്ടണ്ണനെ ഒരു 8ൻ്റെ പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ളൊരു അവസരമായിട്ട് ഈ സാധനത്തിനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. എലിസബത്തിന് എത്രയും പെട്ടെന്ന് സ്പീഡി ആയിട്ടുള്ള ഒരു റിക്കവറി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും ഇങ്ങനെയുള്ള കോപ്പന്മാരുടെ
ഈ ഒരു ഇതിൽ ഇതിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക, മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിയമപരമായിട്ടുള്ള അതിൻ്റേതായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക, സപ്പോർട്ട് കിട്ടുക, അതേപോലെ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഉറങ്ങി, നല്ല ഭക്ഷണം കഴിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും വ്യായാമം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തൊക്കെ വീണ്ടെടുക്കുക, കരിയറിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. അതുപോലെ ഫാമിലി അത്രയും നന്നായിട്ട് അറിയാവുന്ന വിശ്വസിക്കാവുന്ന ആളുകളോട് കാര്യങ്ങൾ തുറന്നു പറയാം. അതുപോലെ പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും മൊത്തത്തിൽ തകർന്ന് തരിപ്പണായിട്ട് അങ്ങനെ അധികം നിൽക്കാണ്ടിരിക്കുക. നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനാ വരുന്നത് എന്ന രീതിയിൽ വരുന്ന ആളുകൾ ഒറ്റെണ്ണത്തിന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവന്മാരെപ്പോഴാണ് പണി തരിക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമുക്കൊരു മെൻ്റലി ട്രോമ അനുഭവിക്കുന്ന സമയത്ത്, ഇമോഷണലി ട്രോമ അനുഭവിക്കുന്ന സമയത്ത്, നമ്മൾ മൊത്തം തകർന്ന് തരിപ്പണയിക്കുന്ന സമയത്ത് ആളുകൾ ഈ സാധനത്തിനൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എലിസബത്ത് കുറച്ചുകൂടി കെയർഫുള്ളായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുറച്ച് കാര്യങ്ങളുള്ളത്.